ഹായ് ഡിയേഴ്സ്, അടുത്ത കേട്ടറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഒരു കേട്ടറ്റിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാം എഴുതിയതിൽ എക്സ്പെക്റ്റഡ് മാർക്ക് അക്വയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും അടുത്ത കേട്ടറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്കും അതിലെ മാത്തമാറ്റിക്സ് പാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ തരുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഏകദേശം K1-ൻ്റെയും K2-ൻ്റെയും ഒക്കെ മാത്തമാറ്റിക്സ് പാർട്ട് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റിൽ വരുന്ന മാത്തമാറ്റിക്സിൻ്റെ പാർട്ടിൻ്റെ സിലബസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടാണ് കേട്ടറ്റിൽ മാത്തമാറ്റിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് ആവുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. ഇപ്പോൾ നമ്മുടെ എക്സാമുകൾക്ക് സാധാരണയായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. കേട്ടറ്റ് കാറ്റഗറി 1 ആണെങ്കിൽ ടോട്ടൽ 150 മാർക്കിൽ 30 മാർക്ക് മാത്സിനുള്ളതാണ്. കേട്ടറ്റിൻ്റെ കാറ്റഗറി 1-ൽ ടോട്ടൽ 150 മാർക്കിനാണ് എക്സാം നടക്കുക. അതിൽ 30 മാർക്ക് നിങ്ങളുടെ മാത്തമാറ്റിക്സിനുള്ളതായിരിക്കും. അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 2 എടുക്കുകയാണെങ്കിൽ അതിൽ സയൻസ് സ്ട്രീമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ടോട്ടൽ 150 മാർക്കിൽ അവിടെയും 30 മാർക്ക് മാത്തമാറ്റിക്സിന് വരുന്നുണ്ട്. കാറ്റഗറി 3 നോക്കുകയാണെങ്കിൽ ടോട്ടൽ 150 മാർക്കിൽ 80 മാർക്ക് സബ്ജക്ട് പേപ്പർ ആയിട്ട് മാത്തമാറ്റിക്സ് ചൂസ് ചെയ്ത ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് കേട്ടറ്റ് എക്സാമുകളിൽ മാത്തമാറ്റിക്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ ഇനി എന്തുകൊണ്ടാണ് കേട്ടറ്റിന് മാത്തമാറ്റിക്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്തിനാന്ന് വെച്ചാൽ, കേട്ടറ്റിനൊക്കെ സാധാരണയായിട്ട് കുട്ടികളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. സാധാരണയായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തതും അതുപോലെ തന്നെ പഠിക്കാൻ പ്രയാസമുണ്ട് എന്നുള്ള മുൻവിധികളോടെ നേരിടുന്നതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സമയങ്ങൾ മാത്തമാറ്റിക്സിൽ നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റിനേക്കാൾ ഒരു പടി ഫോക്കസ് കൊടുക്കണം മാത്തമാറ്റിക്സിന്. ആ കാര്യം ആദ്യമേ ശ്രദ്ധിക്കുക. അതിനെയൊക്കെ എക്സാം എഴുതി നോക്കിയിട്ടുണ്ടവരുണ്ടെങ്കിൽ മനസ്സിലായിരിക്കും. ആ 30 മാർക്കിൽ മാത്തമാറ്റിക്സിന്റെ ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് അങ്ങനെ ഇരിക്കും, അല്ലെ? എന്താ ഉത്തരം കിട്ടുന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ ആ മാത്തമാറ്റിക്സിന്റെ ആ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്ത് അങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും. ചില സമയത്ത് ക്വസ്റ്റ്യൻ റോങ് ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ K1-ന്റെ എക്സാമിന് നോക്കുകയാണെങ്കിൽ അതിൽ ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് റോങ് ആണ്, അത് തെറ്റാണ്. പക്ഷെ അത് തെറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് തെറ്റായിരിക്കും, ക്വസ്റ്റ്യൻ ഇട്ട ആൾക്ക് തെറ്റില്ല എന്നുള്ള ഒരു മിഥ്യയായിട്ടുള്ള ധാരണ വെച്ചിട്ട് നമ്മൾ കുറേ നേരം അതിൽ ചെലവഴിക്കും. ചിലവിൽ ഈഗോ വെച്ചിട്ട് ചെയ്യും. അതായത് ഇത് കിട്ടിയിട്ടേ അടങ്ങുള്ളൂ, ഉത്തരത്തിലേക്ക് എത്തിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നുള്ള ഈഗോ വെച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് സമയം ബാക്കിയുള്ള സ്കോറുകൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കും? ബുദ്ധിമുട്ടുണ്ടാക്കും. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അഥവാ ഒരു ചോദ്യം എങ്ങാനും തെറ്റി വരികയാണെങ്കിൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് നിങ്ങളെ പ്രശ്നക്കാരനാക്കുക. അപ്പൊ തുടങ്ങാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1-നും 2-നും ഒക്കെ മാത്തമാറ്റിക്സിന്റെ സബ്ജക്റ്റുകൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇയാൾ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്, അതുപോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയണ്ട. ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് ഇന്ന ഒരു ബാർ റേഞ്ചിൽ മാർക്ക് വന്നാൽ നിങ്ങൾക്ക് അതിൽ ക്വാളിഫൈ ആവാം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതിനെ ആ ഒരു ട്രീറ്റ്മെന്റിൽ തന്നെ നിങ്ങൾ പഠിക്കണം. സിമ്പിളായിട്ട് നേടാൻ പറ്റാവുന്നേ ഉള്ളൂ. അടുത്ത കേട്ടറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നേടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. മുൻവിധികളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ എക്സാമിന് പഠിക്കേണ്ടതായിട്ടുള്ള പാറ്റേണിൽ പഠിക്കണം. നിങ്ങൾ ജനറൽ PSC എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കുന്നത് പോലെയല്ല കേട്ടറ്റിന് തയ്യാറെടുക്കേണ്ടത്. നെഗറ്റീവ് മാർക്സ് ഇല്ല, ക്വാളിഫൈങ് ആവാനായിട്ടൊരു മാർക്കിന്റെ റേഞ്ച് ഉണ്ടാകും, അതിലേക്ക് നിങ്ങൾക്ക് എത്തിയാൽ മതി.
അതിലേക്കുള്ള സമയങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷന് എങ്ങനെയാണോ നിങ്ങൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ എക്സാം നേരിടാനായിട്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം കേട്ടറ്റ് കാറ്റഗറി 1ന്റെ മാത്തമാറ്റിക്സ് സിലബസ് ആണ് ഞാൻ പറയുന്നത്. മെയിൻ ആയിട്ട് നോക്കുക, ചുരുങ്ങിയ സിലബസേ ഉള്ളൂ. 30 മാർക്കിനാണ് ചോദ്യം വരിക. അതിൽ 20 മാർക്ക് മാത്തമാറ്റിക്സിന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ബാക്കി 10 മാർക്കിന് മാത്തമാറ്റിക്സിന്റെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുമാണ്. അപ്പൊ എന്തൊക്കെയാ വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ആദ്യം വരുന്നത് നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ എന്തൊക്കെയുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ്, അതിന്റെ പ്ലേസ് വാല്യൂ, സ്ഥാനവില, ഓർഡറിങ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, നാച്ചുറൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ, അത് കഴിഞ്ഞിട്ട് ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾസ്, പ്രൈം നമ്പേഴ്സ്, പ്രാക്ടിക്കൽ പ്രോബ്ലം. ഇതൊക്കെയാണ് നമ്പേഴ്സിന്റെ ആദ്യ ഭാഗത്ത്. പിന്നീട് ഫ്രാക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. അതായത് ഭിന്നസംഖ്യകൾ, എങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യാൻ പഠിക്കണം. വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത്, കുറെ ഭിന്നസംഖ്യകൾ തന്നാൽ അതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറ്റണം, അവരോഹണ ക്രമത്തിൽ എഴുതാൻ പറ്റണം. ഫ്രാക്ഷനെ എങ്ങനെയാണ് ഡെസിമലിലേക്ക് മാറ്റുക എന്ന് പഠിക്കണം. ഡെസിമലിനെ എങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് പഠിക്കണം. ഡെസിമലിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്, ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത്. പിന്നീട് വരുന്നത് ജിയോമെട്രി. ജിയോമെട്രിയിൽ മെയിൻ ആയിട്ട് കുറെ പോളിഗൺസ്, അതായത് ട്രയാങ്കിള്, റെക്ടാങ്കിള്, സ്ക്വയർ, പാരലലോഗ്രാം, പെന്റഗൺ, ഹെക്സഗൺ, അങ്ങനെയുള്ള രൂപങ്ങളുടെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ജിയോമെട്രിയിൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പിന്നെ ആംഗിൾസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതിനുശേഷം മെഷർമെന്റ്, അതായത് ബേസിക് ഓപ്പറേഷൻ ഇൻ സോൾവിംഗ് പ്രോബ്ലം ഇൻവോൾവിംഗ് ലെങ്ത്, വെയിറ്റ്, കപ്പാസിറ്റി, ടൈം, മണി ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അതാണ് മെഷർമെന്റ്. അതിലാണ് ഈ ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലംസ് വരും, ക്ലോക്കിന്റെ പ്രോബ്ലംസ് വരും, കലണ്ടറിന്റെ പ്രോബ്ലംസ് വരും. പിന്നെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ചെറിയ ലെവലിൽ വരാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നതാണ് മാത്തമാറ്റിക്സിന്റെ പെഡഗോജി. ഈ പെഡഗോജി പാർട്ട് പലരും മിസ്സാക്കി പോകുന്നതാണ്. കാരണം ഓൾറെഡി നമുക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്, K2-നാണെങ്കിലും K1-നാണെങ്കിലും. അതിന്റെ കൂട്ടത്തിലല്ല നിങ്ങൾ മാത്തമാറ്റിക്സിന്റെ പെഡഗോജി പെടുത്തേണ്ടത്. മാത്തമാറ്റിക്സിന്റെ പെഡഗോജി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർത്തു വെക്കണം. അതിലുള്ളത് മാത്തമാറ്റിക്സിന്റെ നാച്ചർ പഠിക്കണം, മാത്തമാറ്റിക്സിന്റെ ഹിസ്റ്ററി പഠിക്കണം, കരിക്കുലത്തിൽ മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടന്റ് എന്താ, മാത്തമാറ്റിക്സിന്റെ ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെന്റ്, ലേറ്റസ്റ്റ് ആയിട്ട് മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്, അതൊക്കെ പഠിക്കണം. മാത്തമാറ്റിക്സിന്റെ അപ്രോച്ച് ടു മാത്തമാറ്റിക്സ് ലേണിംഗ് നോക്കണം. അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക് ടീച്ചിങ്ങിന്റെ സ്ട്രാറ്റജീസ്, പിന്നെ ലേണിംഗ് മെറ്റീരിയൽസ്, മാത്തമാറ്റിക് ലേണിംഗ്, അതിന്റെ ഇവാലുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉൾപ്പെടുന്നതാണ് മാത്തമാറ്റിക്സിന്റെ പെഡഗോജി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് കേട്ടറ്റിന്റെ കാറ്റഗറി 1 എക്സാമിനേഷന് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്നായിട്ട് ഉണ്ടാവുക. വളരെ ചെറിയ സിലബസ് ആണ്, അത്യാവശ്യം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നീടുള്ളത് മാത്തമാറ്റിക്സിന്റെ പെഡഗോജിയാണ്. പെഡഗോജി ചോദ്യങ്ങൾ ഒരുവിധമൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിൽ നോക്കിയിട്ട് നിങ്ങളുടെ മൊറാലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റാവുന്ന ചോദ്യങ്ങളാണ് പെഡഗോജിന്ന് കൂടുതലായിട്ട് ചോദിക്കും. എല്ലാത്ത ചോദ്യങ്ങളും ഉണ്ട്. മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത് മാത്തമാറ്റിക്സിന്റെ ബുക്കുകൾ ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത്, ആരൊക്കെയാണ് എഴുതിയത്. പിന്നെ മാത്തമാറ്റിക്സിലുള്ള ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, പ്രൊജക്റ്റ് മെത്തേഡ്, അങ്ങനെയുള്ള മെത്തേഡുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ, പിന്നെ ഇവാലുവേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പെഡഗോജി എന്ന് വരിക. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഏത് രീതിയിൽ, എവിടെ വെച്ച്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇനി 2-3 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നൊക്കെ ഉള്ള ഒരു ധാരണ കിട്ടും.
നോക്കാം. ഇത് കഴിഞ്ഞ തവണ കേട്ടറ്റിന്റെ കാറ്റഗറി 1 ഒരു ചോദ്യമായിരുന്നു. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ചെറിയ സംഖ്യ ഏത്? ഇതാണ് ചോദ്യം. ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. പലരും പല ടൈപ്പിലാണ് ചെയ്യുക. അറിയുന്നവര് ഡയറക്റ്റ് ആയിട്ട് ചെയ്യും, എന്തെങ്കിലുമൊക്കെ മെത്തേഡ് അറിയുന്നവര് അത് വെച്ച് ചെയ്യും. ഒന്നും അറിയാത്തവര് അവരുടെ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് ഓപ്ഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പൊ ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ള ധാരണ നിങ്ങൾക്ക് തരണം. ആദ്യം എക്സാക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നോക്കാം. തുടർച്ചയായിട്ടുള്ള 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36. തുടർച്ചയായിട്ടുള്ള 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എളുപ്പവഴിയുണ്ട്. ഇത് സാധാരണ കുട്ടികളൊക്കെ ചെയ്യും ഇങ്ങനെയാ. തുക കാണും ആദ്യം. തുക എന്ന് പറഞ്ഞാൽ ശരാശരി ഇൻറ്റു എണ്ണം. ശരാശരി 36 ഇൻറ്റു എണ്ണം 7. അത് ഗുണിച്ചിട്ട് തുക കാണും. എന്നിട്ട് ഇരട്ട സംഖ്യകളുടെ അപ്ലിക്കേഷൻ ഒക്കെ വെച്ച് n+1, n+3, n+5 അങ്ങനൊക്കെ വെച്ചിട്ട് ചെയ്യും. അങ്ങനെ ഒന്നുമല്ല, ആ മെത്തേഡിൽ ചെയ്താലും നീക്ക് ഉത്തരത്തിലേക്ക് എത്താം, കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ടൈം അവിടെ ഇൻവെസ്റ്റ് ആയി പോകും. അതാണ് അതിന്റെ പ്രശ്നം. ആ മെത്തേഡ് വെച്ചിട്ട് നീക്ക് ഉത്തരത്തിലേക്ക് എത്താം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ n, ആദ്യത്തെ ഇരട്ട സംഖ്യക്ക് n കൊടുത്തു, തൊട്ടടുത്ത ഇരട്ട സംഖ്യ n+2, തൊട്ടടുത്ത ഇരട്ട സംഖ്യ n+4, തൊട്ടടുത്തത് n+6, അങ്ങനെ കൊടുത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 36 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് n കണ്ടെത്താം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നേരം വെളുക്കും, അതാ പ്രശ്നം. ഒരുപാട് സമയം അതിൽ ഇൻവെസ്റ്റ് ആവും. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ചെറിയൊരു ഐഡിയ ഉണ്ട്. എന്താ ഇതിൽ ഓർത്തു വെക്കേണ്ടത്? ഇരട്ട സംഖ്യകളെ കുറിച്ചാണ്. ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണികളാണ്. അതായത് ഒരേ സംഖ്യ കൂടി പോകുന്നതാണ്, അല്ലെ? 2 കൂടി പോകുന്ന ശ്രേണിയാണ് ഇരട്ട സംഖ്യ. അപ്പൊ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയാണ്. അതായത് ഒരേ സംഖ്യ കൂടി പോകുന്ന ശ്രേണിയാണെങ്കിൽ അതിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുവിലുള്ള ടേം ആയിരിക്കും. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 7 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞു. അപ്പൊ 1, 2, 3, 4, 5, 6, 7 7 ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞു. അതിന്റെ ശരാശരി 36 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുവിലുള്ള ആളാ. അപ്പൊ ഇവിടുത്തെ ശരാശരി 36 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നടുവിലുള്ള ആള് 36 ആണ്. അപ്പൊ തൊട്ടു പിറകിലുള്ള ഇരട്ട സംഖ്യ 34, തൊട്ടു പിറകില് 32, തൊട്ടു പിറകില് 30. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ ആരാന്ന് ചോദിച്ചാൽ 30. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അല്ലാത്ത രീതിയിൽ ചെയ്താൽ ഒരുപാട് ടൈം അവിടെ ഇൻവെസ്റ്റ് ആയി പോകും. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ പോവരുത്. ഒന്നും കൂടെ പറയാം ചെയ്തത്. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ചെറിയ സംഖ്യ ഏത്? നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് പഠിക്കണം നിങ്ങൾ. സമാന്തര ശ്രേണികളുടെ ശരാശരി നടുവിലുള്ള ടേം. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ കൂട്ടി പോകുന്ന ശ്രേണിക്കാണ് സമാന്തര ശ്രേണി എന്ന് വിളിക്കുക. ഇരട്ട സംഖ്യകൾ സമാന്തര ശ്രേണിയാണ്, കാരണം 2 കൂട്ടി പോവുക ചെയ്യുക. അപ്പൊ അതിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുവിലുള്ള പദ. ശരാശരി 36 ആണ് എന്ന് പറഞ്ഞാൽ നടുവില് 36. അപ്പൊ തൊട്ടു പിറകില് 34, തൊട്ടു പിറകില് 32, തൊട്ടു പിറകില് 30. അവിടുന്ന് അങ്ങോട്ട് എത്രയാ? ഇവിടെ ഒരു 38 വരും, 40 വരും, 42 വരും. വലിയ സംഖ്യയാണ് നിങ്ങൾ ചോദിച്ചെങ്കിൽ 42 എഴുതണം. ചെറിയ സംഖ്യയാണ് ചോദിച്ചത്, അപ്പൊ 30. ഇതാണ് അതിന്റെ പാറ്റേൺ. ഇങ്ങനെയാണ് മാത്തമാറ്റിക്സിലെ കേട്ടറ്റ് കാറ്റഗറി 1 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന്റെ എക്സാക്ട് മെത്തേഡ് വെച്ചിട്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റൂല. സമയം ഒരുപാട് നഷ്ടമായി പോകും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സമയം 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാത്തൊരു കുട്ടി ആദ്യം ചെയ്യുക ക്ലോക്ക് വരയ്ക്കുക ചെയ്യുക. എന്നിട്ട് ഇവിടെ 12, 1, 2, 3, ഇവിടെ 6 ആണ്, അല്ല ഇവിടെ 6 ആണ്, ഇവിടെ എത്രയാ? 9, ഇവിടെ 4, 5, 7, 8, 10, 11 ക്ലോക്ക് വരയ്ക്കും. എന്നിട്ട് 5:15 വരച്ചു നോക്കും. 5:15 ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ സൂചി ഇവിടെ ആയിരിക്കും, വലിയ സൂചി 3ന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണയുണ്ട്. ഇനി ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ, ഒരു ക്ലോക്കിലെ 2 സംഖ്യകൾക്കിടയിലുള്ള കോണം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? ഒരു ക്ലോക്കിലെ 2 സംഖ്യകൾക്കിടയിലുള്ള കോണം എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാ.
അതെങ്ങനെയാ വന്നത് നമുക്ക് നോക്കാം. ഒരു ക്ലോക്ക് എടുത്തു. ടോട്ടൽ ഇവിടെ 12, ഇവിടെ 3, ഇവിടെ 9, ഇവിടെ 6. ഞാൻ അതിനെ വരച്ചു. ടോട്ടൽ നമുക്ക് 12 കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ടോട്ടൽ ആംഗിൾ 360. അങ്ങനത്തെ 12 കഷ്ണങ്ങൾ. അപ്പൊ ഒരു ആംഗിൾ 360/12 30. അപ്പൊ ഇതില് ഓർക്കേണ്ട കാര്യം, ഒരു ക്ലോക്കിലെ 2 സംഖ്യകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ 30, ഇതിന്റെ ഇടയിൽ 30. അപ്പൊ തന്നെ എത്ര ഡിഗ്രിയായി? 60 ഡിഗ്രിയായി. അപ്പൊ 5.25 എന്ന് പറയുമ്പോ ഈ 5ന്റെയും 6ന്റെയും ഇടയിൽ 4 കഷ്ണങ്ങളാക്കിയാൽ അതില് ഒരു കഷ്ണത്തിലായിരിക്കും ഈ മിനിറ്റ് സൂചി അല്ലെങ്കിൽ മണിക്കൂർ സൂചി വന്ന് നിൽക്കുക. അങ്ങനെയൊക്കെ ചിന്തിച്ച് 6 അല്ലെങ്കിൽ 62, 67 സംതിങ് എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തും. പക്ഷെ അങ്ങനെയൊക്കെ എത്തി ക്ലോക്കൊക്കെ വരച്ച് നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ എക്സാമിന്റെ പ്രശ്നം അങ്ങോട്ട് തീരും. അപ്പൊ എന്താ ചെയ്യുക? ഈ രീതിയിലല്ല അതിന്റെ അപ്രോച്ച് പിടിക്കേണ്ടത്. നമ്മൾ വളരെ എളുപ്പത്തില് ഒരു ക്ലോക്കില് ഒരു സമയം തരികയാണെങ്കിൽ ആ സമയത്തിലുള്ള മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള ആംഗിൾ കണ്ടെത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഇക്വേഷനാ 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതാണ് അതിന്റെ മെത്തേഡ്. ദാറ്റ് ഈസ് 30 × h എന്ന് പറഞ്ഞാൽ ഹവർ. എത്ര ഹവർ ആയി? 5 ഹവർ. മൈനസ് 11/2 × m എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആയി? 15 മിനിറ്റ് ആയി. 30 × 5 എത്രയാ? 3 5 15 ആണ്. അപ്പൊ 30 × 5 150. മൈനസ് 11/2 × 15 എത്രയാ? 11/2 × 15 ചെയ്യാം. 15/2 എന്ന് പറഞ്ഞാൽ 7.5 11 × 7 എത്രയാ? ചെയ്ത് നോക്കാം. 75 × 11. 5 1 5, 7 1 7, 5 1 5, 7 1 7, 5 7 5 12, 1 ശിഷ്ടം 7 1 8. ഉത്തരം കിട്ടുക 8 2 5. അതൊരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടാൽ 82.5. 150 82.5 കുറച്ചാൽ നമുക്ക് കിട്ടുക 67.5 എന്നാണ്. അപ്പൊ ഉത്തര 67.5. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ് അതിന്റെ മെത്തേഡ്. അല്ലാതെ ക്ലോക്ക് വരച്ച് ആ സൂചി ഏതിന്റെ ഇടയിലാണ് എന്നൊക്കെ വരച്ചു നോക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് സിമ്പിളായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 30h - 11/2 m. 30 × h എന്ന് പറഞ്ഞാൽ ഹവർ സൂചി എപ്പോഴാ? 5ലാണ്. പിന്നെ 11/2 × m എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 15 ആണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു 67.5. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഈ രീതിയിലാ ചോദ്യം വരും. ഇനി പെഡഗോജിന്ന് എങ്ങനെയാ ചോദ്യങ്ങൾ വരിക എന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് മറ്റൊരു ചോദ്യം. 0.2 2/10 1/5, 4/100 1/25, 25/100 1/4, 1/8 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്ത ഏതാന്ന് കണ്ടെത്തണം. 2/10 എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ താഴെ 10 100 1000 വരുന്ന ഫ്രാക്ഷൻ കണ്ടെത്താൻ സിമ്പിളാ. താഴെ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ താഴെ 2 പൂജ്യം ആണെങ്കിൽ താഴെ ഇവിടെ 1 പൂജ്യമേ ഉള്ളൂ. അപ്പൊ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 0.2. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ. 0.2. അത് തന്നെയാണ് 1/5. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 4/100 എത്രയാ? മുകളിൽ 4, താഴെ 2 പൂജ്യം ഉണ്ട്. അപ്പൊ 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കണം. ഉത്തരം കിട്ടുക 0.04. അപ്പൊ അതും ശരി. മൂന്നാമത്തെ നോക്കാം. 25/100 25/100 താഴെ 2 സ്ഥാനം പൂജ്യം. അപ്പൊ 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുത്താൽ 0.25. അതും ശരിയാ. അടുത്തത് 125/1000 താഴെ 3 പൂജ്യം ഉണ്ട്. അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുത്താൽ ഉത്തരം 0.125. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 1.25. അപ്പൊ തെറ്റായിട്ടുള്ള ആൾ ആരാ? ഓപ്ഷൻ ഡി. നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്തത് ആരാന്നാണ്. ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി. ഇതാണ് മെത്തേഡ്. ഇനി പെഡഗോജി എന്ന് വരുന്ന ചോദ്യങ്ങൾ നോക്ക്. നിദാന ശോധകം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തിനാണ്? അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം തീരുമാനിക്കുന്നതിന്, മികവിനുള്ള സമ്മാനങ്ങൾ തീരുമാനിക്കുന്നതിന്, പഠന നേട്ടങ്ങൾക്കുള്ള സ്കോറുകൾ നിർണ്ണയിക്കുന്നതിന്, പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നത്. ഏതാ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഏതെങ്കിലും ഒരു പോർഷനിൽ വീക്ക് ആണെങ്കിൽ ആ പോർഷനിൽ എന്ത് പ്രയാസമാണ് ആ കുട്ടിക്കുള്ളത് എന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക.
മറ്റൊരു എക്സാമ്പിൾ, മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്നും പൊതുവായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന ഗണിത പഠന രീതി എന്ത്? അതായത് എക്സാമ്പിൾസിലൂടെ ജനറലൈസേഷനിലേക്ക് എത്തുക. അതായത് ഒരു ത്രികോണം എടുത്തു, ആ ത്രികോണത്തിന്റെ 3 കോണും കൂട്ടിയ 180. മറ്റൊരു വലിയ ത്രികോണം എടുത്തു, ആ ത്രികോണത്തിന്റെ 3 കോണും കൂട്ടിയ 180. വേറെ കുറച്ചും കൂടെ വലിപ്പമുള്ള ത്രികോണം എടുത്തു, ആ ത്രികോണത്തിന്റെ 3 കോണും കൂട്ടിയ 180. അതായത് എത്ര വലുതോ ചെറുതോ ആയിട്ടുള്ള ത്രികോണങ്ങളുടെ 3 കോണുകളുടെയും തുക 180. അങ്ങനെ എക്സാമ്പിൾ എടുത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഏത് ത്രികോണങ്ങളുടെയും കോണുകളുടെ തുക 180. അതായത് എക്സാമ്പിൾസിലൂടെ നമ്മൾ ജനറലൈസേഷനിലേക്ക് എത്തി. ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണ്, അല്ലെങ്കിൽ ആഗമന രീതി എന്നാ വിളിക്കുക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എങ്ങനെയാണ്? കുറെ എക്സാമ്പിൾസ് ചെയ്ത് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്തു. ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന രീതി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് കേട്ടറ്റ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദ്യങ്ങൾ നിങ്ങൾ കാണുക. ഇനി കേട്ടറ്റ് 2ന്റെ സിലബസിലേക്ക് പോകാം. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെ ചെയ്തതിൽ കുറച്ച് എക്സ്ട്രാ കൂടി ചേരുന്നു മാത്രമേ ഉള്ളൂ. കേട്ടറ്റ് കാറ്റഗറി 2ന്റെ മാത്തമാറ്റിക്സ് സിലബസ് ഒന്ന് നോക്ക്. സിമ്പിളാ. ഫസ്റ്റ് അരിത്തമെറ്റിക്, നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൽ വരും. ഫ്രാക്ഷൻസ്, പിന്നെ അതിന്റെ ഡെസിമൽസ്, പിന്നെ പേഴ്സൻറ്റേജ് വരും. പേഴ്സൻറ്റേജിൽ തന്നെ ഒരുപാട് വരും. പേഴ്സൻറ്റേജിൽ ഇൻട്രസ്റ്റ് വരും, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ പേഴ്സൻറ്റേജിൽ കയറി വരും. പിന്നെ ആവറേജ് ഉള്ള സാധനങ്ങൾ, ആവറേജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, നെഗറ്റീവ് നമ്പറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എക്സ്പോണൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ഇൻവേഴ്സ് പ്രപ്പോർഷൻ, പിന്നീട് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ കേട്ടറ്റിന്റെ കാറ്റഗറി 2 എക്സാമിനേഷന് കയറി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ആൽജിബ്ര, ബീജഗണിതം ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കയറി വരും. പിന്നെ ജിയോമെട്രി ഒരു വലിയ ഏരിയ തന്നെയുണ്ട്. ജിയോമെട്രിയിലെ ആംഗിൾസ്, പാരലൽ ലൈൻസ്, ട്രയാങ്കിൾസ്, ക്വാഡ്രിലേറ്ററൽസ്, സോളിഡ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ പ്രത്യേകത, അതിന്റെ വോളിയം, ഏരിയ, അതൊക്കെ കാണാൻ വേണ്ടി ജിയോമെട്രിയിലുള്ള ഒരു വലിയ ഭാഗം തന്നെ സിലബസിൽ എവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്? K2 ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാലാണ് പെഡഗോജിയിലേക്ക് പോവുക. പെഡഗോജിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്തൊക്കെയായിരുന്നോ K1 ഉണ്ടായിരുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്, മാറ്റമില്ല പെഡഗോജി. അപ്പൊ ഇവിടെയും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്രയാ? 30 മാർക്ക് തന്നെയാണ്. അതിൽ 20 മാർക്ക് സബ്ജക്റ്റിനും ബാക്കി വരുന്ന 10 മാർക്ക് പെഡഗോജിക്കും. അപ്പൊ ഏതൊക്കെ രീതിയിലാണത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി ഇതിന്റെ മോഡൽ ചോദ്യങ്ങൾ നോക്കാം. എങ്ങനെയൊക്കെയാണ് അതിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ചുവടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏത്? തുടങ്ങാം. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ആരൊക്കെയാ? 5/7 ഉണ്ട്, 2/3 ഉണ്ട്, 3/4 ഉണ്ട്, 1/3 ഉണ്ട്. ഇത് സാധാരണ ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ എന്താ ചെയ്യുക? അതൊക്കെ ഹരിച്ചു നോക്കും, എന്നിട്ട് അതിന്റെ ഡെസിമൽ നമ്പർ കാണും, അതിൽ വലുത് ഏതാ ചെറുത് ഏതാന്ന് നോക്കും. അങ്ങനെയല്ല അതിന്റെ മെത്തേഡ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ 2 നമ്പറുകൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വലുത് ഏതാ ചെറുത് ഏതാ നോക്കാനുള്ള മെത്തേഡ് പഠിക്കണം. വലുതും ചെറുതും നോക്കാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. 3 5 15, ഇതിന്റെ താഴെ ഇത്. 7 2 14, ഇതിന്റെ താഴെ ഇത്. ഇതിൽ വലുതാരാ? 5/7. ഇനി 5/7 വെച്ച് അടുത്ത നമ്പറിനെ നോക്കുക. 5/7 വെച്ചിട്ട് അടുത്ത നമ്പർ 3/4, അതിൽ വലുതാരാ ചെറുതാരാ നോക്കുക. 5 4 20, 7 3 21, വലുതാരാ? 21 നേരെയുള്ള 3/4. ഇനി 3/4 വെച്ചിട്ട് അടുത്ത നമ്പർ നോക്കുക. 3/4 1/3, 3 9, 4 1 4, വലിയ നമ്പർ ആരാ? 3/4. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആരാന്ന് ചോദിച്ചാൽ 3/4. ഇങ്ങനെയാണ് അത് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആദ്യത്തെ 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അതിൽ വലുത് കണ്ടെത്തുക. ആ വലുതും അടുത്ത ആളും വെക്കുക, അതിൽ വലുത് കണ്ടെത്തുക. അതിലുള്ള വലുതും അടുത്ത ആളും വെക്കുക, അതിൽ വലുത് കണ്ടെത്തുക. ഇതാണ് ഒരു പരിപാടി. ഇതല്ലാത്ത പരിപാടിയുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് പോകാം. എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 5/5 + 5/5 + 5/5 + 5/5 25x ആയാൽ എക്സിന്റെ വില എത്രയാണ്? അപ്പൊ നോക്കിയാൽ തന്നെ മനസ്സിലായിരിക്കും. 1 2 3 4 5, ഇവിടെ 5 5/5 ഉണ്ട്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 5 × 5/5, 5 വരുന്നുണ്ട്. ഈക്വൽ ടു എത്രയാ? 25x.
ശരിക്കും 5 എന്ന് പറഞ്ഞാൽ 5^1. എങ്ങനെ എക്സ്പോണൻസ് ഗുണിക്കുക? a⁻m ഇൻറ്റു a⁻n ചെയ്യാൻ a⁻m+n ചെയ്താൽ മതി. അപ്പൊ 5^1 ഇൻറ്റു 5^5 എന്ന് പറഞ്ഞാൽ 5^1 + 5 5^6 വിച്ച് ഈസ് ഈക്വൽ ടു 25^x. ഇനി വേറൊരു സാധനം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a⁻m^n എന്ന് പറഞ്ഞാൽ a⁻mn. അപ്പൊ ഈ 5^6 ഞാൻ ഇങ്ങനെ എഴുതി 5² എന്ന് എഴുതിയാൽ 5^2 × 3 5^6 ഈക്വൽ ടു 25^x. 5² എന്ന് പറഞ്ഞാൽ 25. അപ്പൊ ഇവിടെ 25^3 സമം 25^x. ഈ 25 അങ്ങോട്ട് ഒഴിവാക്കിയാൽ നമുക്ക് എക്സിന്റെ വില കിട്ടും. എക്സ് 3 ആണ്. ഉത്തരം ഓപ്ഷൻ ഡി. എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 25% എന്നത് 35 ആണെങ്കിൽ സംഖ്യ ഏതാ? ഒന്നും അറിയാത്ത ഒരാളെങ്കിൽ എന്തിനേ ചെയ്യാം. ഒരു സംഖ്യ എക്സ്, അതിന്റെ 25% 25/100, അത് 35 ആണ്. അപ്പൊ ഇതിന്ന് എക്സ് എങ്ങനെ കണ്ടെത്താം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് എക്സ് കണ്ടെത്തുന്ന പരിപാടി അങ്ങനെ ചെയ്യാം. പക്ഷെ പ്യുവർ ആയിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് നോക്ക്. ഒരു സംഖ്യയുടെ 25% 35 പറഞ്ഞിട്ടുണ്ട്. 25% എന്ന് പറഞ്ഞാൽ 1/4 35. അപ്പൊ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ അരഭാഗം എത്രയായിരിക്കും? 1/4 35 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയല്ലേ അരഭാഗം വരിക? അരഭാഗം 70. അപ്പൊ അതിന്റെ 100%, അതായത് ആ ഫുൾ സംഖ്യ എത്രയാ? 70ന്റെ ഡബിള് 140. അപ്പൊ ഇവിടുത്തെ മുഴുവൻ സംഖ്യ വരിക 140. അത്രേ ഉള്ളു പണി. എങ്ങനെയാ? 25% 1/4 35. അപ്പൊ 50% അതിന്റെ ഡബിള് 70. അപ്പൊ 100% 70ന്റെ ഡബിള് 140. 100% എന്ന് പറയുന്നതാണ് അതിന്റെ ഒറിജിനൽ സംഖ്യ. അപ്പൊ ആ സംഖ്യ ആരാ? 140. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരും. ഇനി പെഡഗോജി എന്നുള്ള ചോദ്യങ്ങൾ നോക്കുക. വളരെ എളുപ്പമാണ്. നിങ്ങൾക്കൊന്ന് ആ ചോദ്യം നോക്കിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ഗണിത പ്രൊജക്ടിന്റെ ആദ്യഘട്ടം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാ? വിവരശേഖരണം, അപഗ്രഥനം, പ്രശ്നം തിരിച്ചറിയൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ. ആദ്യം എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയണം, എന്നിട്ടേ വിവരശേഖരണമൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആരാ? പ്രശ്നം തിരിച്ചറിയൽ. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അവിടെ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിരന്തര വിലയിരുത്തലിന്റെ പ്രധാന ഉദ്ദേശമായി പരിഗണിക്കാവുന്നത് എന്താ? നിരന്തര വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, CCE എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അതായത് ത്രൂ ഔട്ട് എന്റെ ഇയറിൽ ഓരോ ക്ലാസ്സിലും എക്സാമുകൾ നടത്തിയിട്ട് കുട്ടിയെ എങ്ങനെ നിരന്തരം ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് പരിപാടി. അതിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത് പഠിതാവിനെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതിന് മോറലി അത് റോങ് ആണ്. അപ്പൊ അതാവില്ല ഉത്തരം. പഠനത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ഉചിതമായ പരിഹാര ബോധനം നൽകുകയും ചെയ്യൽ, അതാവാം അല്ലേ? സാധ്യതയുണ്ട്. രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് അത് നിർബന്ധമുള്ള സാധനമല്ല. പഠന പുരോഗതി രേഖ തയ്യാറാക്കുന്നത്, അതിനേക്കാളൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആരാ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു നല്ല ഗണിത അധ്യാപികയുടെ ക്ലാസ്സിൽ സ്വീകരിക്കേണ്ട രീതി എന്താ? ഗൃഹപാഠം നൽകൽ. നമുക്കറിയാം തെറ്റാ. എല്ലാ പ്രശ്നങ്ങളും ടീച്ചർ തന്നെ സ്വയം ചെയ്തു കൊടുക്കുക, തെറ്റാ. ഒരു പ്രശ്നം നിരവധി തവണ പരിഹരിക്കുക, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നുമല്ല. പ്രശ്ന പരിഹാരത്തിന്റെ വ്യത്യസ്ത വഴികളെ കുറിച്ച് ചിന്തിക്കുന്നതിന് അവസരം നൽകുക, ഓപ്ഷൻ ബി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പെഡഗോജിയിലെ ചോദ്യങ്ങൾ ഒരുവിധമൊക്കെ ആ ചോദ്യത്തിന് തന്നെ നമുക്ക് നമ്മുടെ മോറൽ സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, റിയാലിറ്റി നോക്കുമ്പോൾ അതാവില്ല ചിലപ്പോൾ ആൻസർ. റിയാലിറ്റി നോക്കുമ്പോൾ ടീച്ചേഴ്സ് ചെയ്യുന്ന പരിപാടി ആവില്ല ഉത്തരമായിട്ട് വരിക. മൊറാലിറ്റി നോക്കുക, എന്തായിരിക്കും അവിടെ ചെയ്യേണ്ടി വരിക എന്നുള്ള ലോജിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ധാരണ വരണം. നമുക്ക് സാധാരണയായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇക്കൊല്ലം SCERT സിലബസിൽ അല്ലെങ്കിൽ SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഓഡ് ക്ലാസ്സുകളിൽ, അതായത് 9ാം ക്ലാസ്, 7ാം ക്ലാസ്, 5ാം ക്ലാസ്, അവിടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായി. ഇക്കൊല്ലം 10ാം ക്ലാസ്, 8ാം ക്ലാസ്, 6ാം ക്ലാസ് ഇവരുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. അതിന്റെ 2ാം ഭാഗം റിലീസ് ആയിട്ടില്ല. പക്ഷെ അടുത്ത കേട്ടറ്റിന് മുമ്പ് തന്നെ അതിന്റെ 2ാം ഭാഗം റിലീസാകും. അപ്പൊ ഇനി വരുന്ന ഒരു കേട്ടറ്റ് എക്സാമിന്
കംപ്ലീറ്റ് ആയിട്ട് SCERTയുടെ സിലബസ് മാറിയ എക്സാം ആയിരിക്കും. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേട്ടറ്റിന് എക്സ്പെക്ട് ചെയ്യാം. കാരണം കേട്ടറ്റ് അതായത് SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ക്ലാസ്സുകളിലും വന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കേട്ടറ്റ് എക്സാം ആയിരിക്കും അടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, മാത്തമാറ്റിക്സിന്റെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സാക്ട് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൽ നമുക്ക് കിട്ടൂല. ചില ചോദ്യങ്ങളൊക്കെ എക്സാക്ട് മെത്തേഡ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും എക്സാക്ട് മെത്തേഡിലൂടെ പോയ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള ട്രിക്കുകളും നുറുങ്ങ് വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. എന്നാലേ ആ 30 മാർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാത്തവർക്കും 30 മാർക്ക് ഉണ്ടാക്കാം, നിങ്ങൾക്കൊക്കെ 30 മാർക്ക് ഉണ്ടാക്കാം. കാരണം ചെറിയ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മാത്സിന് ചോദിക്കുള്ളൂ. 30 മാർക്ക് ഉണ്ടാക്കാം, പക്ഷെ അതിന് നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം എടുക്കും. അതാ പ്രശ്നം. പക്ഷെ 30 മാർക്ക് 30 മിനിറ്റ് കൊണ്ട് മാക്സിമം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ തരും. അപ്പൊ സൈലത്തില് കേട്ടറ്റിന്റെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ഈ 3 സാധനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്കുള്ളതാണ് കേട്ടറ്റ് കാറ്റഗറിയിൽ 3 ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളൊന്നുമില്ല. K2നും K1നും കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ റേറ്റുകളൊക്കെ നോക്കി വെക്കുക. കേട്ടറ്റ് കാറ്റഗറി 1ന് 1499 ആണ്, കാറ്റഗറി 2ന് 1999 ആണ്, കാറ്റഗറി 3ക്ക് 2499 ആയിരിക്കും റേറ്റ് വരിക. നമുക്ക് വരുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു തീർക്കുന്ന ക്രമത്തിനനുസരിച്ച് ലൈവായിട്ട് ആ ക്ലാസ്സുകളുടെ റിവിഷനും അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും പിന്നെ അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് നമ്മുടെ ബാച്ചിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ മറക്കണ്ട, നമ്മുടെ സൈലം BScയിൽ സൈലം ടീച്ചിങ് എക്സാമിന്റെ ഭാഗമായിട്ട് കേട്ടറ്റിന്റെ 3 ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഡേറ്റ് മറക്കണ്ട. ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അടുത്ത കേട്ടറ്റിന് വേണ്ടിയിട്ട് തയ്യാറാവുക. ഉഴപ്പ് കാണിക്കാതെ അടുത്ത കേട്ടറ്റ് ഇത് കാണുന്ന എല്ലാവർക്കും കിട്ടും എന്ന് തന്നെ ഉറപ്പിക്കുന്നു, എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പൊ ഞാൻ നിർത്തുന്നു. താങ്ക് യു.